ചേതന പെരുന്തിരുത്തിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി സൗജന്യമായി നൽകിയ ഭൂമിയിൽ ബഡ്സ് സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ശിലാസ്ഥാപന ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. കാരണം ജില്ലയിലെ ഏകദേശം 122ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്. നമുക്കറിയാം 94 ഗ്രാമപഞ്ചായത്തും 12 മുനിസിപ്പാലിറ്റിക്കകത്തും ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ യാഥാർത്ഥ്യമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലക്ക് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കും ഏകദേശം 70ഓളം വരുന്ന കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പോൾ ഈ ബഡ്സുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ നിരന്തരം മീറ്റിംഗ് കൂടി ഇത്തരത്തിലുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വിദ്യാലയം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇല്ലാത്ത പ്രയാസമൊക്കെ ഞങ്ങളിങ്ങനെ ഈ അമ്മമാരോടൊക്കെ സംവദിക്കുമ്പോൾ അവർ പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്ത് 1 കോടി രൂപ വെച്ചതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 20 സെന്റ് ഭൂമി ഗ്രാമപഞ്ചായത്തിന്റെ 15 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഫൈസൽ എടശ്ശേരി അധ്യക്ഷത വഹിച്ചു. നസീബ അസീസ് മുഖ്യാതിഥി, മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ, മംഗലം വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി, മെമ്പർമാരായ ഇബ്രാഹിം കുട്ടി, റാഫി മാസ്റ്റർ, റംല ടീച്ചർ, R മുഹമ്മദ് ബഷീർ, ബാലൻ, നിഷ രാജീവ്, ഷബീബ് മാസ്റ്റർ, ഇസ്മായിൽ, സൈനുൽ ആബിദ്, ഷബ്ന ജംഷീർ, സുബൈദ സഹീർ, നൂർജഹാൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ബിജു എന്നിവർ സംബന്ധിച്ചു. അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ മറ്റു നിരവധി പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്തിനെ തേടിയെത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ പദ്ധതികൾ, ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സൗജന്യമായി ഈ ഭൂമി നൽകിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് പരമാവധി സഹായം നൽകണമെന്ന്. അദ്ദേഹത്തിന് വേണ്ടി ഇവിടുത്തെ പൗരാവലി വലിയ സ്വീകരണം മംഗലത്ത് കൊടുക്കുകയുണ്ടായി. ആ മംഗലത്ത് കൊടുത്ത ആ സ്വീകരണ പരിപാടിയിൽ വെച്ച് ഞാനന്ന് പ്രഖ്യാപിച്ചതായിരുന്നു ജില്ലാ പഞ്ചായത്ത് ഇതിന് പരമാവധി സഹായം നൽകുമെന്ന്. അന്ന് ഞാൻ അദ്ദേഹത്തോട് ഓഫർ ചെയ്തിരുന്നത് 50 ലക്ഷമാണ്. പിന്നീട് നോക്കുമ്പോൾ അത് മതിയാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് അവരോട് ഞാൻ സംസാരിച്ചു. ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട അവിടുത്തെ പ്രസിഡന്റ്, സ്വാഭാവികമായിട്ടും ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്വന്തം നിലക്ക് ഭൂമി വിട്ടുകൊടുക്കുമ്പോൾ അതിനെ ആ രൂപത്തിൽ തന്നെ ഗൗനിക്കേണ്ടതും പരിഗണിക്കേണ്ടതും ജില്ലാ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞപ്പോൾ യാതൊരു വിധത്തിലും മടിയുമില്ലാതെ 1 കോടി രൂപ കൊടുത്തു എന്ന് സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞു എന്നുള്ളത് വളരെയധികം അഭിമാനത്തോടു കൂടി നിങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മംഗലം പഞ്ചായത്ത് സെക്രട്ടറി ബീരാൻകുട്ടി അരീക്കാട്ടിൽ നന്ദി പറഞ്ഞു. ന്യൂസ് 99 തിരൂർ. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ലെഗിൻസ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 149 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം. ആദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, മുനിസിപ്പൽ സ്റ്റേഡിയം, താനൂർ റോഡ്, താഴെപ്പാലം, തിരൂർ.